പൊങ്കാല പൊങ്കലവേ പൊങ്കാല പൊങ്കലവേ പൊങ്കലവേല പോമാ ഇല്ലമ്പുക്കും മേലെ ഹോലേ ഹോലേ പൊങ്കാല പൊങ്കലവേ പൊങ്കലവേല പോമാ ഇല്ലമ്പുക്കും മേലെ ഹോലേ ഹോലേ അവൽപ്പഴക്കൂട്ടം മാടി മാടി വിളിപ്പൂ തിന്നാനും വായോ ഹോലേ ഹോലേ പൊങ്കാല പൊങ്കലവേ പൊങ്കലവേല പോമാ ഇല്ലമ്പുക്കും മേലെ ഹോലേ ഹോലേ മന്ദാരം പൂത്തു കുന്നിന്മേലെ പോകാം എല്ലേലം പാടി ഹോലേ ഹോലേ പൊങ്കാല പൊങ്കലവേ പൊങ്കലവേല പോമാ ഇല്ലമ്പുക്കും മേലെ ഹോലേ ഹോലേ കണ്ണാറക്കണ്ണ കണ്ണൂറ് മൂക്ക മിണ്ടാതിരുന്നോ ഹോലേ ഹോലേ പൊങ്കാല പൊങ്കലവേ പൊങ്കലവേല പോമാ ഇല്ലമ്പുക്കും മേലെ ഹോലേ ഹോലേ ഇത് നമ്മളുടെ ആഹ്ലാദം, നമ്മളുടെ സന്തോഷം, ഇതെല്ലാം പ്രകൃതിയാനുസരണമായ ഒരു വികാരം തന്നെയാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കലയൊന്നും കയറുന്നില്ല, അവർക്ക് കുരുക്കൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ പ്രകൃതിയിലേക്ക് നിന്നാൽ മതി. ആ പ്രകൃതി നമ്മളെ ചെറിയൊരു ഇളം തലോടലോട് കൂടിയിട്ട് ആശ്വസിപ്പിക്കുന്നതായിട്ട് ആനന്ദിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും. ചില പഠനഭാഗങ്ങളൊക്കെ ഇപ്പോ സുവോളജിയിലൊക്കെ അതേപോലെ ബയോളജിയിലൊക്കെ ശാസ്ത്രീയ നാമങ്ങളാണ് ഏറ്റവും അധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിൽ നമുക്ക് ചെറിയൊരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കാം. ചില ലാറ്റിൻ പേരാണോ, ഈ ലാറ്റിൻ പേരില് ചില അർത്ഥങ്ങൾക്ക് ഇപ്പോ സാൻഡില്യം ആൽബം എന്താ ചന്ദന അല്ലെ, സാൻഡില്യം ആൽബം എന്ന് പേര് വരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചന്ദനം നമ്മൾ വെറുതെ കൊണ്ടുവച്ചാ പിടിക്കില്ലല്ലോ, വേറെ ഏതെങ്കിലും ചെടികൾ കൂട്ടിയിട്ടല്ലേ അവന്റെ പേരിൽ നിന്നല്ലേ അവൻ കുളം വലിച്ചെടുക്കുള്ളൂ. അപ്പോ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് എന്താ ചെയ്യാ, ഭക്ഷണം നമ്മൾ മുന്നിൽ വെച്ച് കൊടുക്കുകയാണോ, ഒക്കെ തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കും അല്ലേ. അപ്പോ ലാറ്റിൻ വേർഡ് ആൽബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ തിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഒക്കെ തിരുത്തിങ്ങോട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ്. സാൻഡില്യം ആൽബം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചന്ദനമരം വളരുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വളർന്നുണ്ടെങ്കിൽ മറ്റതിന്റെ ഇതൊക്കെ ആർജിച്ചോളൂ. പക്ഷേ അതിന്റെ അർത്ഥം എന്തായി, ഒക്കെ തിരുത്തുക. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പിടുത്തം കിട്ടും. സാൻഡില്യം ആൽബം, അതുപോലെ തന്നെ സൈലോകാർപ്പസ്, ഇരുമുള്ള് എന്ന് പറയും അല്ലെ. നമ്മള് എന്തുകൊണ്ടാണ് ആ പേര് പറഞ്ഞത്? ഇപ്പൊ അതിന്റെ ഈ കാർപ്പസ് എന്ന് പറഞ്ഞ ഉടനടി മനസ്സിലാക്കുക എന്താണ്, ഫ്രൂട്ട്സ് ആണ്. ആറ്റിലോകാർപ്പസ് എന്താണ്, ചക്ക. അപ്പൊ ഫ്രൂട്ട്സിന്റെ ഒരു ഐറ്റം. അപ്പൊ സൈലോകാർപ്പസ് എന്നതിൽ അതിനൊരു വകഭേദം ഉണ്ട്. അതാണ് ഇതിൽ ഈ ഇരുളിന്റെ വിത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അണ്ണാനൊക്കെ എന്ത് രസമായിട്ട് നല്ല കാഠിന്യമുള്ള വുഡിന്റെ പോലെയാണ് അതിന്റെ വിത്തുള്ളത്. ആ വുഡിന്റെ പോലെ വിത്തുള്ളതിന്റെ പേരിലാണ് സൈലോകാർപ്പസ് എന്ന് പേരിട്ടതിന്. അപ്പൊ ആ വുഡ് എത്രയോ ഭംഗിയായിട്ട് അവനെങ്ങനെ പല്ലോണ്ട് ചീന്തിയിട്ട് ആ വിത്ത് മാത്രം എടുത്ത് കഴിക്കും. നമ്മൾ നോക്കുമ്പോ പൊളിച്ചിട്ടൊന്നുമില്ല. കടലിലേക്ക് പോകുമ്പോ ഇരുന്ന് നമുക്ക് കാണാമെങ്കിൽ നമുക്ക് കാണാം. അപ്പോ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് നമുക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റിൻ വേണം. ആ ലാറ്റിൻ വേണ്ട അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് സുവോളജിയൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ താഴേക്ക് പോകുമ്പോ ഒരു കടിച്ചാപ്പെട്ടൊരു പേരുള്ള ഒരു മരം,
പക്ഷെ അതിന് സാധാരണ ആൾക്കാർ തമിഴ്നാട്ടുകാരൊക്കെ വിളിക്കുന്നത് കണ്ണി വഴി എന്നാണ്. അതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മീറ്റർ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതിനുണ്ടാവും. കണ്ണി വഴി, അതുകൊണ്ടാണ് കണ്ണി വഴി എന്ന് പറയുന്നത്. വെള്ളം സംഭരിക്കാനുള്ള വഴി. അതിനെ പക്ഷെ ശാസ്ത്രീയ നാമം കലക്കി ഭ്രാന്ത് പിടിക്കാനാണ്. കാലിക്കോപ്റ്ററിസ് ഫ്ലോറിബെൻഡ എന്നാണ്. കാലിക്കോപ്റ്ററിസ് ഫ്ലോറിബെൻഡ പറയാൻ തന്നെ പറ്റില്ല അല്ലേ?